Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കേവലം 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. പരസ്യപ്രചാരണം അതിൻ്റെ അവസാന ലാപ്പുകളിലേക്ക് എത്തുന്ന സമയമാണ് ഇത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് കേരളത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസാന അവധി ദിവസം എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിശബ്ദ പ്രചാരണം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെ കേരളം അതിൻ്റെ പോരാട്ടച്ചൂടിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ പൾസ് എന്ത് എന്നാണ് ഇന്നത്തെ വാർത്താദിനത്തിൽ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണി മുതലുള്ള മാരത്തൺ റിപ്പോർട്ടിങ്ങിലേക്കാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ വിവിധ മണ്ഡലങ്ങൾ കവർ ചെയ്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്നത് മാവേലിക്കരയിലാണ്. ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾക്ക് അടക്കം പ്രത്യേകതകൾ ഉള്ള ലോക്സഭാ മണ്ഡലം ആണ് മാവേലിക്കര. മാവേലിക്കരയിലേക്ക് മാവേലിക്കരയുടെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഒരറ്റത്ത് പശ്ചിമഘട്ട നിരകളും മറ്റൊരത്ത് കുട്ടനാടും ചേരുന്ന സങ്കീർണമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള മാവേലിക്കരയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാവേലിക്കരയുടെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കാം. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, ഒപ്പം കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ഇങ്ങനെ നീളുന്നു 7 നിയമസഭാ മണ്ഡലങ്ങൾ. 2019 എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 2019 അവിടെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 4,40,000 വോട്ടുകളാണ് സമാഹരിച്ചത്. ചിറ്റയം ഗോപകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 3,79,000 വോട്ടുകളാണ്. അതായത് 61,138 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത്. അതായത് കഴിഞ്ഞ തവണ UDFിന്റെ തരംഗം ആഞ്ഞു വീശിയപ്പോൾ 61,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. താരതമ്യേന കുറവാണ്. അതെ, മറ്റിടത്ത് ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ളവർ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്നു. രമ്യ ഹരിദാസ് പോലും നേടുന്നു അത്രമേൽ വലിയ ഭൂരിപക്ഷം നേടുമ്പോൾ അത് മാത്രമേ അവിടെ മാവേലിക്കരയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല മാവേലിക്കരയുടെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം 2021 ഏറെക്കുറെ പൂർണ്ണമായ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമുള്ള ഇടങ്ങളാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. ചങ്ങനാശ്ശേരി അടക്കം കുട്ടനാടക്കമുള്ള ഇടങ്ങളിലെല്ലാം വലിയ സ്വാധീനമുണ്ട്. അത്തരത്തിൽ മാവേലിക്കര പൊതുവിൽ രാഷ്ട്രീയ സ്വഭാവം ഇടതുപക്ഷത്തിന് അനുകൂലമായി സ്വീകരിക്കുമ്പോഴും ലോക്സഭയിലേക്ക് UDF പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിന് പിന്തുണ നൽകി എന്നതാണ്. അദ്ദേഹത്തിന് പരാജയം ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കൊടിക്കുന്നിലിനോട് ആഭിമുഖ്യം പുലർത്തിയ ജനവിഭാഗമാണ്. പക്ഷേ ഇത്തവണ കൊടിക്കുന്നിൽ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി മാവേലിക്കരയിൽ നേരിടുന്നു എന്നതാണ് രാഷ്ട്രീയ ചിത്രം. എന്തായാലും നമുക്ക് കിരൺ ബാബുവിലേക്ക് പോകാം. അതായത് കിരൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തോൽവിയും ജയവും ഒക്കെ അറിഞ്ഞ നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ ദേശീയ ചുമതലയിൽ ഉൾപ്പെടെ വഹിക്കുന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ പാർലമെന്റിലെ അനുഭവ സമ്പത്തൊക്കെയുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തു ചെയ്യുന്നു, അവരിലേക്ക് കൃത്യമായി ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടോ എന്നത് ഒരു ഘടകം. മറ്റൊന്ന് രാഷ്ട്രീയമായി സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം ഒപ്പം നിൽക്കുന്നു, ആ പാർട്ടിക്ക് ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാമാണല്ലോ പൊതുവെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമുണ്ടായപ്പോൾ പോലും 60,000 വോട്ടിന്റെ ലീഡ്. പക്ഷെ അപ്പോഴും ആശ്വസിക്കാൻ പറ്റുന്നത് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 46% കൊടിക്കുന്നിന് ലഭിച്ച വോട്ട് എങ്കിൽ ഇത്തവണ 45% ലഭിച്ചു. അങ്ങനെ ടെക്നിക്കലി പറഞ്ഞു പോകാൻ സാധിക്കും. ആ ചിത്രത്തിൽ നിന്ന് പ്രകടമായ മാറ്റം ഇപ്പോൾ മാവേലിക്കരയിൽ കാണുന്നുണ്ടോ കിരൺ? അഭിലാഷ്, സജിത്ത്, ഈ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. മാവേലിക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മാവേലിക്കര മണ്ഡലത്തിൽ ലോക്സഭയിലേക്കാണ് കൊടിക്കുന്നിലിന് തുടർച്ചയായി വിജയിക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഇടതുപക്ഷ സ്വഭാവം അതിശക്തമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിലെ നിയമസഭാ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഈ നിയമസഭയിൽ മാത്രമല്ല മുൻ നിയമസഭകളിലടക്കം ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. അവിടെയാണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയറായ ഏറ്റവും മുതിർന്ന
പാർലമെന്ററി പരിചയമുള്ള എംപിമാരിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. 7 തവണ വിജയിച്ച എംപിയാണ്. അങ്ങനെ ഉള്ളവർ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 2-3 പേർ മാത്രമാണ് കൊടിക്കുന്നിനേക്കാൾ പാർലമെന്ററി ചരിത്രത്തിൽ സീനിയോറിറ്റി ഉള്ളത്. അത്തരം ഒരാൾ ഒരു ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നു. മറുഭാഗത്ത് കേരളത്തിലെ 2 മുന്നണികളും അപൂർവമായി മാത്രമാണ് ചെറുപ്പക്കാർക്ക് വലിയ അവസരമൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇവർ ഒരാളും കാര്യമായ അവസരം കൊടുക്കാൻ 2 മുന്നണികളും തയ്യാറായിട്ടില്ല. 1-2 പേർക്ക് വീതമാണ് 2 മുന്നണികളും നൽകിയത്. അതിൽ ഒരാളാണ് CA അരുൺകുമാർ, CPIയുടെ നേതാവ്. CA അരുൺകുമാർ AISFിന്റെയും AYFിന്റെയും ഒക്കെ നേതാവായ CA അരുൺകുമാർ ഒരു പുതുമുഖം. കേരളത്തിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും സീനിയറായ ഏറ്റവും മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടാൻ ഒരു പുതുമുഖമാണ് വരുന്നത്. എങ്ങനെയാണോ കൊടിക്കുന്നിൽ സുരേഷ് ആദ്യ തവണ 89-ൽ പുതുമുഖമായി വന്ന് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെ വിജയം നേടുന്നത്, കോൺഗ്രസിന്റെ കൊടി നാട്ടുന്നത്, അതേ മട്ടിൽ തന്നെയാണ് ഇത്തവണ CA അരുൺകുമാറിനെ CPI അവതരിപ്പിക്കുന്നത്. നേരത്തെ ചിറ്റയം ഗോപകുമാറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിയമസഭാ പരിചയമുള്ള നേതാക്കൾ, അല്ലെങ്കിൽ ചങ്ങര സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ, ഇവരൊക്കെ ആയിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരമാണ് ഒരു ചെറുപ്പക്കാരനെ അണിനിരത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വീറും വാശിയും സ്വാഭാവികമായും 2 മുന്നണികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പോസിറ്റീവ് വശങ്ങൾ നമ്മൾ പ്രധാനമായും പരിശോധിച്ചാൽ ദീർഘകാലം ഈ മണ്ഡലത്തിൽ MP ആയിരുന്നു. നേരത്തെ അത് അടൂരായിരുന്നപ്പോൾ തന്നെയും അദ്ദേഹം MP ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഇത് മാവേലിക്കര മണ്ഡലമായി സംവരണ മണ്ഡലമായതിനു ശേഷവും അദ്ദേഹം തുടർച്ചയായി MP ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രദേശത്തും, ഈ മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശത്തും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൊടിക്കുന്നിലിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സ്വാഭാവികമായും ദീർഘകാലം MP ആയിരുന്ന വ്യക്തി എന്ന നിലയ്ക്കുള്ള വലിയ പരിചയം ഉണ്ട്. അങ്ങനെയുള്ള ഒരു മുഖപരിചയം മാത്രമല്ല, നേരിട്ടുള്ള പരിചയം അടക്കമുണ്ട്. ഇത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. കേന്ദ്രത്തിലൊക്കെ ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തിനടക്കം സാധ്യതയുള്ള ഒരു നേതാവാണ്. ആ തരത്തിലുള്ള പോസിറ്റീവ് വശം കൂടിയുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് തുടർച്ചയായി കൊടിക്കുന്നിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി വിജയിക്കുന്നതോടുണ്ടാകുന്ന ഒരു മടുപ്പുണ്ട്. ഇങ്ങനെ തുടർച്ചയായി വിജയിക്കുമ്പോഴും കാര്യമായ രീതിയിലേക്ക് മണ്ഡലത്തെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്നുള്ള മട്ടിൽ കാര്യമായ വികസന പ്രവർത്തനത്തിലേക്കോ മണ്ഡലത്തിൽ ആകെ ഓടെത്തുന്നതിലൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള എതിർപ്പ് സ്വാഭാവികമായും കൊടിക്കുന്നിലിന് നേരെയുണ്ട്. പ്രചരണത്തിന്റെ തുടക്കഘട്ടത്തിൽ അങ്ങനെ ഒരു സജീവമായ പ്രവർത്തനം കോൺഗ്രസിന്റെയോ കൊടിക്കുന്നിലിന്റെ ഭാഗത്തു നിന്ന് തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർ ഓടി മുന്നിൽ കയറുന്ന, അല്ലെങ്കിൽ ഓടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലെത്തിയത്. ഇത്തരം ചില നെഗറ്റീവ് പോയിന്റുകൾ കൂടി കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചുണ്ട്. മറുഭാഗത്താണെങ്കിൽ CA അരുൺകുമാറെ സംബന്ധിച്ച് ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി നിൽക്കുന്നത്. കേരളത്തിൽ എവിടെയായാലും വലിയ അട്ടിമറികളൊക്കെ നടത്തിയിട്ടുള്ളത് ചെറുപ്പക്കാരായ ആളുകൾ മത്സരിത്ത രംഗത്തേക്ക് വന്നപ്പോഴാണ്. അത് ഈ മാവേലിക്കരയിൽ മാത്രമല്ല, കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ പരിശോധിച്ചാലും ഭൂരിഭാഗം സമയത്തും ചെറുപ്പക്കാർ വന്നപ്പോഴാണ് വമ്പന്മാർ പലരെയും അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ള അത്തരം ചരിത്രമൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് CPI മാവേലിക്കരയിൽ CA അരുൺകുമാറിനെ അവതരിപ്പിക്കുന്നത്. പുതുമുഖം എന്നുള്ള ഒരു പ്ലസ് പോയിന്റ്, അങ്ങനെ ഇതുവരെയും ഏതെങ്കിലും അധികാര സ്ഥാനത്തിരുന്ന ഒരാളല്ല എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ അദ്ദേഹത്തിന് നേരെ വരേണ്ടതില്ല, അല്ലെങ്കിൽ എതിർപ്പുകൾ വരേണ്ടതില്ല. പുതിയ ആളുകൾക്ക് കൂടുതൽ അവസരം ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന 2 പാർട്ടിയിലും, അല്ലെങ്കിൽ പാർട്ടികൾ പെടാത്ത ആളുകൾ കൂടിയുണ്ട്. അതൊക്കെ ഒരു പ്ലസ് പോയിന്റായി നിൽക്കുന്നു. CA അരുൺകുമാറിനെ സംബന്ധിച്ച് മൈനസ് പോയിന്റുകളായി വരുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യാപകമായ പരിചയമാണ്. അരുൺകുമാറിനെ സംബന്ധിച്ച് ഒരു പുതുമുഖം എന്നുള്ള ഒരു കൗതുകമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഇഷ്ടമാണ് ഉള്ളതെങ്കിൽ അതിനപ്പുറം വ്യക്തിപരമായ പരിചയമുള്ള ആളുകളെ കൂടുതൽ എടുക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ദീർഘകാലം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് അത്തരത്തിലേക്കുള്ള പരിചയം കൂടുതലുണ്ട്. വ്യക്തിപരമായ മികവുകൾ അങ്ങനെ ഈ 2 തരത്തിലാണ് ഈ 2 പേരെയും പ്രധാനമായും ബാധിക്കുന്നത്. കലാശാല ബൈജുവാണ് NDAയുടെ സ്ഥാനാർത്ഥി. NDAക്ക് പക്ഷേ മാവേലിക്കര മണ്ഡലത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ വിജയപ്രതീക്ഷയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള വോട്ടിന്റെ ശതമാനം ഉള്ള, കഷ്ടിച്ച് 1 ലക്ഷത്തിനടുത്ത് മാത്രം വോട്ടുള്ള ഒരു കഴിഞ്ഞ തവണ അടക്കം അത്രയും നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഈ മണ്ഡലത്തിലാകെ ഒരു ത്രികോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഡയറക്റ്റായ പോരാട്ടം തന്നെയാണ്. അത് LDFും UDFും തമ്മിലാണ്. അവിടെ എടുത്തു പറയേണ്ടത് ഈ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ കിരൺ ബാബു തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏറ്റവും സീനിയറായ പാർലമെന്റേറിയന്മാരിൽ ഒരാൾ ആണ് കൊടിക്കുന്നിൽ സുരേഷ്. മാത്രമല്ല കിരൺ, ഒരു ഘട്ടത്തിൽ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ കേരളത്തിലേക്ക് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ, ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ നിന്ന് മാറി നിന്നാൽ, പക്ഷേ എനിക്ക് അവിടെ ഒരു പകരക്കാരനെ കണ്ടെത്താനൊക്കെ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഇത്തരം സാഹചര്യങ്ങളെ, അതായത് തുടക്കത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് സംശയിച്ചിരുന്നു, പിന്നീട് സ്ഥാനാർത്ഥിയാകുന്നു, അപ്പോഴും ഈ ഒരുപാട് തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന ഒരു വെല്ലുവിളി ഉണ്ടല്ലോ എന്ന സംശയമുണ്ടാകുന്നു. അവിടെ സ്വാധീനിച്ചോ എന്നൊരു പ്രധാനപ്പെട്ട കിരൺ, അതൊരു പ്രസക്തമായ വിഷയമാണല്ലോ. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്തണം, സംസ്ഥാനത്ത് ഒരു മന്ത്രിയാവണം, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതലക്കാരനാവണം എന്നൊക്കെ ആഗ്രഹം അദ്ദേഹം പരസ്യമാക്കിയതാണ് കൊടിക്കുന്നിൽ. അതിനുശേഷം പുതിയ സാഹചര്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പാർലമെന്റിലേക്ക് വീണ്ടും മത്സരിക്കുന്നു.
ഈ ഒരു ആദ്യമുണ്ടായ ആശയക്കുഴപ്പം അതൊക്കെ കൊടിക്കുന്നിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ പ്രചരണ രംഗത്തോ അവിടുത്തെ സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലോ? സജിത്ത്, അഭിലാഷ്, ഒരു പരിധിവരെ അതൊരു ചെറിയ പ്രശ്നം തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സ്വാഭാവികമായും കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. തുടർച്ചയായി ഇത്ര തവണ വിജയിച്ച ഒരാൾ, 7 തവണ വിജയിച്ച ഒരാൾ മറ്റാളും കേരളത്തിൽ മത്സരിക്കുന്നില്ല. അത്രത്തോളം വിജയ പാരമ്പര്യം അല്ലെങ്കിൽ വിജയത്തിന്റെ റെക്കോർഡ് അവകാശപ്പെടാൻ കഴിയും. 2 തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്, 7 തവണ വിജയിക്കുകയും ചെയ്തു. 9 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇതെല്ലാം തന്നെ ലോക്സഭയിലേക്കാണ്. ഒരിക്കൽ പോലും സംസ്ഥാന നിയമസഭയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. സ്വാഭാവികമായും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഏതു സ്ഥാനത്തേക്കും യോഗ്യനായ ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അത് ഇന്ത്യയിലെ തന്നെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ ഏതു സ്ഥാനത്തേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ ഒരു കോൺഗ്രസിന്റെ ഭരണമാണ് വരുന്നതെങ്കിൽ, UDF ഭരണമാണ് വരുന്നതെങ്കിൽ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയും അദ്ദേഹം അത് പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ മറ്റു രീതിയിലൊക്കെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നൊക്കെ. പക്ഷേ അത്തരം ഒരു അനുമതി അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നില്ല. മത്സരിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് അദ്ദേഹത്തിന് എത്രത്തോളം അങ്ങനെ വേണമെങ്കിൽ മാറി നിൽക്കാമെന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രചരണത്തിലും അങ്ങനെ ഒരു മുന്നേറ്റ തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കുറപ്പം കഴിഞ്ഞപ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായും വലിയ തരത്തിലേക്കുള്ള ഒരു പ്രചരണ ചൂടിലേക്ക് കോൺഗ്രസിനും UDF സംവിധാനമാകെ ഉണർന്നു. സ്വാഭാവികമായും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരാൾ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന് കൂടി, അദ്ദേഹത്തിന്റെ ഭാവിയിലേക്ക് വരുന്ന സംസ്ഥാന മോഹമുണ്ടെങ്കിൽ അതിനുകൂടി ചിലപ്പോൾ ദോഷകരമായി മാറുന്ന ഒന്നായി മാറാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അടക്കം വിലയിരുത്തുന്നുണ്ടാവാം. എന്തായാലും ഇപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി മാറി രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം അല്ലെങ്കിൽ വിലയിരുത്തലുകൾ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചാരണത്തിന് ഫണ്ടില്ല, സംഘടനാ സംവിധാനം ശക്തമല്ല എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അത് മാവേലിക്കരയിൽ പ്രകടമാകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതോടൊപ്പം യുവാവ് എന്ന ആ ഒരു സാഹചര്യം അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അരുൺകുമാറിനും സാധിക്കുന്നുണ്ടോ? ഈ 2 സംശയങ്ങളുമുണ്ട്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വീട്ടിൽ ആർക്കെങ്കിലും രോഗം നമുക്ക് ഈ ആ ഒരു സംശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ആവേശ കാഴ്ചയുണ്ടല്ലോ, അതിലിപ്പോൾ ഈ സ്ഥാനങ്ങൾ മറന്നുമൊക്കെ ഇങ്ങനെ ആളുകൾ ആട്ടവും പാട്ടും ഒക്കെയായി പങ്കുചേരുന്ന നിമിഷങ്ങളുണ്ട്. അതാണല്ലോ അതിന്റെ ഒരു യഥാർത്ഥ സ്പിരിറ്റ്. ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം ശക്തമായി തന്നെ ഈ മാവേലിക്കരയിൽ പ്രചരണ രംഗത്തുണ്ട്. അതെ, അത്തരം ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ വരുന്നത്. കോവൂർ കുഞ്ഞുമോൻ CA അരുൺകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആ കാഴ്ച ഇപ്പോൾ കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഈ ഇടതുമുന്നണിക്ക് സംഘടനാ സംവിധാനം ഉണ്ടാവും തെരഞ്ഞെടുപ്പ് രംഗത്ത്, എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രകടമാണ്. CPI ആണ്, CPI സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. CPM എന്നൊരു പ്രബല കക്ഷിക്ക് കീഴിൽ നിന്നുകൊണ്ട് ഈ ലോക്സഭയിലേക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സംഘടനാ സംവിധാനം എത്ര കണ്ട് ഭംഗിയായി ഇടതുമുന്നണിക്ക് അവിടെ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്. CPM-ഉം CPM തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരിടം കൂടിയാണല്ലോ ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം, അല്ലേ? സജിത്തെ, അതുതന്നെയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ അങ്ങനെ ഏതെങ്കിലും CPM CPI തർക്കം നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ല. പ്രത്യേകിച്ച് അവിടെ യോജിച്ച വർക്കുകളൊക്കെ നേരത്തെയും ഒക്കെ നടക്കുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ അടുത്ത പരാജയത്തിനോ വിജയത്തിനോ ഒന്നും അങ്ങനെ പാർട്ടികൾ തമ്മിലുള്ള തർക്കമൊന്നും അങ്ങനെ കാര്യമായ കാരണം ആയിട്ടില്ല. നേരത്തെ ചെങ്ങറ സുരേന്ദ്രനൊക്കെ പരാജയപ്പെടുന്ന സമയത്ത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ചെങ്ങറ സുരേന്ദ്രൻ ഒരിക്കൽ MP ആയിരുന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ചില വീഴ്ചകളുമൊക്കെ ചർച്ചയായതിനപ്പുറത്തേക്ക് പാർട്ടി സംവിധാനത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ തവണയും വളരെ ആവേശപൂർവ്വം തന്നെയാണ് പാർട്ടി സംവിധാനം, CPM-ൻ്റെതായാലും CPI-യുടേതായാലും മറ്റ് പാർട്ടികളുടേതൊക്കെ ആയാലും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് നിന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ്റെ കൂടി, കോവൂർ നമ്മൾ കണ്ട ആ ഒരു ഡാൻസ് എന്ന് പറയുന്നത് കോവൂരിൽ തന്നെ ഉള്ളതാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണ്. അവിടെയൊക്കെ ചെല്ലുന്ന RSP, കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടി ആയാലും ലെന്നിസ്റ്റ് പാർട്ടി ആയാലും അങ്ങനെ ചെറുകിട പാർട്ടികളടക്കം നമ്മൾ RJD-യുടെ അടക്കമുള്ള പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളുടെയും യോജിച്ചൊരു, പ്രത്യേകിച്ച് CPM-ൻ്റെയും CPI-ക്ക് 2 പാർട്ടികളും ശക്തമായ സംഘടനാ സംവിധാനം ഉള്ള സ്ഥലം തന്നെയാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ രണ്ടിടത്തേക്കും ഒരു ചെറുപ്പക്കാരനായ ഒരാൾ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ മുതിർന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കൾ വരുമ്പോഴാണ് ഇവരുടെ മുൻകാല ഏതെങ്കിലുമൊക്കെ ഈ പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൻ്റെയൊക്കെ ഫലമായി ചിലപ്പോൾ ഒരു വിഭാഗം CPI-ക്കാർക്കോ അല്ലെങ്കിൽ CPM-കാർക്കോ ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുക. ചെറുപ്പക്കാർ അങ്ങനെ സ്ഥാനാർത്ഥികളെ വരുമ്പോൾ അത്തരം തർക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ചെറുപ്പക്കാർക്ക് വേണ്ടി അണിനിരക്കാൻ വലിയൊരു വിഭാഗം പാർട്ടി സംവിധാനം തയ്യാറാവും. എവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും അത്തരം സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ, ചെറുപ്പക്കാരാണ് സ്ഥാനാർത്ഥികളായി വരുന്നതെങ്കിൽ ആകെ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ അത്തരം ഒരു ഓളം സ്വാഭാവികമായി ഉണ്ടാവും. പ്രത്യേകിച്ച് അതിന് കാരണം ഈ മുതിർന്ന നേതാക്കൾ പലപ്പോഴും പല ഘട്ടത്തിൽ പല നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ പലപ്പോഴും പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ ചിലപ്പോൾ ശത്രുക്കളെയോ അല്ലെങ്കിൽ വിരോധമുള്ളവരോ ഒക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ചെറുപ്പക്കാർക്ക് അങ്ങനെ വരുന്നില്ല എന്നുള്ളൊരു വലിയ പോസിറ്റീവ് പോയിന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് സന്ദർശിച്ച പല സ്ഥലങ്ങളിലും അടക്കം കാണുന്നത്, നേരത്തെയും അങ്ങനെ കാണുന്നുണ്ട്, ഈ ആളുകളുടെ പ്രവർത്തനത്തെ സാധാരണഗതിയിൽ സ്വീകരണത്തിന് മറ്റു പല മണ്ഡലങ്ങളിലും പോകുമ്പോൾ സ്വീകരണ വേദികളിൽ ഇത്രത്തോളം ആളുകളില്ല. അതിവിടെ കോൺഗ്രസിൻ്റെതായാലും CPM LDF-ൻ്റെതായാലും സ്വീകരണ വേദികളിൽ നിറയെ ആളുകളാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ടും ഈ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ആളുകളുടെ കൂടി ആവേശം അത് ഏറ്റുവാങ്ങുന്നു എന്നുകൂടി വേണം കണക്കാക്കാൻ. എന്തായാലും വളരെ നേരത്തെ തന്നെ ആളുകൾ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുന്നു. അവിടെ തിരുവാതിരയും മറ്റ് നാടൻ പാട്ടും അല്ലെങ്കിൽ മറ്റ് ചെണ്ടമേളവും ഒക്കെയായി ഒരുങ്ങി ആളുകൾ നിൽക്കുകയാണ്. താലപ്പൊലി ഏന്തി നിൽക്കുന്നവർ, അങ്ങനെ സ്ത്രീകളടക്കമുള്ളവർ നിരവധി പേരുണ്ട്. എന്തായാലും അങ്ങനെ സംഘടനാ സംവിധാനം അതിൻ്റെ ഏറ്റവും ഉണർന്നു പ്രവർത്തിക്കുന്നത്. ഇനി അവസാനം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, ഏറ്റവും അവസാനത്തെ അവധി ദിവസം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം സജീവമായി, എല്ലാ പാർട്ടിയുടെയും ആളുകൾ ഏറ്റവും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണം സ്വാഭാവികമായും LDF-ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം വോട്ട് ചെയ്യാതെ വീട്ടിൽ ഇന്നിപ്പോൾ അടക്കം പാർട്ടി സ്ഥാനാർത്ഥി അടക്കം ആവശ്യപ്പെടുന്നത് ഉച്ചയ്ക്ക് മുമ്പ് പോയി നിങ്ങൾ വോട്ട് ചെയ്യണം, ഒന്നാമത്തെ പേരാണ് എൻ്റേത്, ഉച്ചയ്ക്ക് മുമ്പ് പോയി നമ്മൾ വോട്ട് ചെയ്യണം, ഉച്ച കഴിയാൻ കാത്തു നിൽക്കരുത്. അങ്ങനെ പരമാവധി നേരത്തെ ലഭിക്കേണ്ട പരമാവധി വോട്ടുകൾ ശേഖരിക്കുക. അത്തരമൊരു സംഘടനാ വർക്കിലേക്ക് തന്നെ എല്ലാ മുന്നണികളും കടന്നു എന്ന് വേണം കരുതാൻ. റൈറ്റ്. എന്തായാലും കിരൺ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, സജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റവും ആദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ഷോ ആരംഭിച്ചത് നമ്മളാണ്, ദ ഇലക്ഷൻ ചാനൽ എന്നത്. 6 മാസം മുമ്പ് തന്നെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി, കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി. അതിൽ രാഷ്ട്രീയ വിശകലനം, അവലോകനം നടത്തുന്ന ആളാണ് കിരൺ ബാബു. അതുകൊണ്ട് മാവേലിക്കരയിൽ ആര് ജയിക്കും എന്ന് കിരൺ ബാബുവിന് ഒരു വിലയിരുത്തലുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് തേടേണ്ടതുണ്ട്. അതെ, കിരൺ ഉത്തരം പറയുമെന്ന് കരുതി എനിക്ക് സംശയമുണ്ട്. എന്തായാലും അത് നമുക്കറിയാം. ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് പോവുകയായിരിക്കും തോന്നിയിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ഇടവേള, മടങ്ങി വരാം. മേൽക്കോയും റൈറ്റ്. മാവേലിക്കരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. മാവേലിക്കരയുടെ പൾസ് എന്ത്, വോട്ടെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ മാവേലിക്കരയുടെ ജനവികാരം ആർക്കൊപ്പം എന്നതാണ് കിരൺ ബാബു അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. സജിത, ഇനിയിപ്പം കിരൺ, നമ്മൾ പല സാഹചര്യങ്ങൾ പരിശോധിച്ചു. ഈ മാവേലിക്കര ഇങ്ങനെ തുടർച്ചയായി ആരെയും അങ്ങ് വിജയിപ്പിച്ച ചരിത്രമൊന്നുമില്ല. ചെങ്ങറ വിജയിച്ചിട്ടുണ്ട്, കൊടിക്കുന്നിൽ വീണ്ടും വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ചരിത്രമുണ്ട്. മാവേലിക്കരയിൽ ഇത്തവണ തുടക്കം മുതൽ ഒരു ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമെന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞ ഇടമാണല്ലോ. പൊതുവിൽ രാഷ്ട്രീയ ചർച്ചകളിലും ചില സർവേകളിലുമൊക്കെ അതങ്ങനെ ഉയർന്നു വന്നിട്ടുമുണ്ട്. ആ ഒരു തരംഗം കിരൺ അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ഇടതുപക്ഷത്തിനൊരു മേൽക്കോയ്മ ഉണ്ട്, ഇത്തവണ വിജയിച്ചേക്കും എന്നൊരു തോന്നൽ ഉളവാക്കുന്നുണ്ടോ അവരുടെ പ്രചരണ രംഗത്ത്? സജിത്തെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്ന് CA അരുൺകുമാർ അടക്കം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്. പൊതുവെ ഇടത് ക്യാമ്പുകളിൽ ആകെയുള്ളത് അത്തരമൊരു ആത്മവിശ്വാസമാണ്. കാരണം ഇത്തരം ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ വമ്പന്മാരെ പലരെയും പല ഘട്ടങ്ങളിൽ, അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇടതു പാർട്ടികളിലെ വമ്പന്മാരെ കോൺഗ്രസും സമാനമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളിലും അട്ടിമറിച്ചിട്ടുള്ളത്. അത്തരം ഒരു അട്ടിമറി പ്രതീക്ഷ ഉറപ്പായും ഇടതുമുന്നണി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPI-യെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ വിജയിക്കേണ്ടത്, CPI-യെ സംബന്ധിച്ച് ഒരു സീറ്റിലെങ്കിലും വിജയിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അത് തിരുവനന്തപുരത്തെ പോലെ ടൈറ്റായി ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലം, തൃശ്ശൂരെ പോലൊരു മണ്ഡലം, വയനാട് അങ്ങനെ ഒരു കാര്യമായ പ്രതീക്ഷിക്കാനില്ലാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ തൃശ്ശൂര്, മാവേലിക്കര ഈ 2 മണ്ഡലങ്ങളിലും ഒപ്പം തിരുവനന്തപുരം, ഈ 3 മണ്ഡലങ്ങളാണ് അവർക്ക് കാര്യമായി പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രതീക്ഷിക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങളാണ് തൃശ്ശൂരും മാവേലിക്കരയും
മാവേലിക്കരയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ CPIക്ക് തുടക്കം മുതൽ തന്നെ അവർ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. നമ്മളൊക്കെ 6 മാസം മുമ്പേ ആരാവും സ്ഥാനാർത്ഥി എന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇവിടത്തേക്ക് ഇടതുമുന്നണിക്ക് ഒറ്റ പേര് മാത്രമാണ് നമ്മൾ വന്നത്. അത് CA അരുൺകുമാറിൻ്റെ പേരായിരുന്നു. കാരണം CA അരുൺകുമാറിൻ്റെ പേര് വളരെ നേരത്തെ തന്നെ CPI തീരുമാനിച്ചിരുന്നു. അത് CPM-മായി കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇടതുമുന്നണി പ്രവർത്തകരുടെ അങ്ങനെ ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് അട്ടിമറിക്കണമെന്നുള്ളത് ആ ഒരു ആവേശം മണ്ഡലത്തിൽ മുഴുവൻ കാണാനുണ്ട്. ആ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിയിലെ മുഴുവൻ പ്രവർത്തകർക്കും ഉണ്ട് താനും. റൈറ്റ്, കിരൺ ബാബു, നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കിരൺ ഈ രാഷ്ട്രീയ അവലോകനത്തിൽ അഗ്രഗണ്യനാണ്. അങ്ങനെ വെറുതെ, അതായത് ഇതിപ്പോൾ ഒരു പ്രവചനമായൊന്നും കണക്കാക്കേണ്ടതില്ല. നമുക്ക് 3 സ്ഥാനാർത്ഥികളാണല്ലോ പ്രധാനമായുള്ളത്. നമുക്കൊരു 10-ൽ മാർക്കിടാം കിരണിന്. അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് എത്ര മാർക്ക്? ഈ പ്രചാരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അരുൺകുമാറിന് എത്ര? ബൈജു കലാശാലയ്ക്ക് എത്ര? 10-ൽ കൂടരുത് മൊത്തം മാർക്ക്. അഭിലാഷേ, ഇത് ആത്യന്തികമായി വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ്. പല മണ്ഡലങ്ങളിലെയും കാര്യം അറിയാം. ചിലപ്പോൾ അന്നത്തെ ദിവസമടക്കം വോട്ടിങ്ങിൻ്റെ പാറ്റേൺ മാറാറുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ രാഷ്ട്രീയമായി താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുക, അതടക്കമുള്ള പല കാരണത്താലും വോട്ടിങ്ങിൻ്റെ പാറ്റേണൊക്കെ മാറാറുണ്ട്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഞാനൊരു മാർക്ക് ഇടുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഞാനൊരു പ്രവചിക്കുന്നത് പോലെ തന്നെയാണ്. അത് പ്രവചനം അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം പറയാം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനടക്കം രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് അനുകൂലമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞ 7 തവണ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ്. പഴയ അടൂരിനെയും പുതിയ മാവേലിക്കരയും. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വ്യക്തിപരമായ ആളുകൾക്കുണ്ടായിരിക്കുന്ന സ്വാധീനം, പല കാര്യത്തിനായി MP-യുമായി നേരിട്ട് ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള സ്വാധീനം, ആ സ്വാധീനത്തെ ഒരിക്കലും കുറച്ചു കാണാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവും അത്ര മോശമായ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ വിജയമുണ്ടാവും. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് ഇപ്പോൾ ഒരു മേൽക്കൈ, ആ തരത്തിലൊരു മേൽക്കൈ അവകാശപ്പെടാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്ക് വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ വോട്ടിനെ നിലനിർത്തും, അല്ലെങ്കിൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായും ഇവിടെ വിജയം നിശ്ചയിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധേയമായ മണ്ഡലം ആണ് മാവേലിക്കര. ആ മാവേലിക്കരയിലെ രാഷ്ട്രീയ സാഹചര്യം, ഏറ്റവും ഒടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് പുറപ്പെടാൻ മാവേലിക്കരയിലെ വോട്ടർമാർ തയ്യാറായി നിൽക്കുമ്പോൾ ഇതാണ് രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും പ്രവചനാതീതമാണ്. അത് കിരൺ പറയുന്നത് പോലെ തന്നെയാണ്. കാരണം കൊടിക്കുന്നിലിന് ഒരു സിറ്റിംഗ് MP ആണ്. വർഷങ്ങളായി അവിടെ അദ്ദേഹം ജനപ്രതിനിധിയായിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായ ഒരു സ്വാധീനമുണ്ട്. അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ CA അരുൺകുമാർ എത്ര കണ്ട് കഴിയുമെന്നതാണ് ചോദ്യം. എന്തായാലും 5 ദിവസങ്ങളുണ്ട്. ഇനിയും സ്വാധീനിക്കപ്പെടാനുള്ള ഘടകങ്ങൾ നിരവധിയുണ്ട്. പ്രവചനാതീതം എന്നതാണ് പൊതുചിത്രം മാവേലിക്കരയിലേക്ക്. നമ്മൾ എന്തായാലും രാവിലെ 8 മണിക്ക് ആരംഭിച്ചതാണ് ഇത്തരത്തിൽ. അതായത് കേരളത്തിൻ്റെ പൾസന്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഏത് തരത്തിൽ ആണ് ചിന്തിക്കുന്നത്, ഓരോ ലോക്സഭയിലും ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മുന്നണികളും നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്. ഇന്നത്തെ വാർത്താ ദിനം ഈ വാർത്തയിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ കവർ ചെയ്ത് നമ്മൾ എത്തി നിൽക്കുന്നത് മാവേലിക്കരയിലാണ്. അപ്പോൾ മാവേലിക്കരയിൽ നിന്ന് ഇനി ചില സുപ്രധാനമായ മണ്ഡലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വടകരയിൽ എന്ത് സംഭവിക്കും? പ്രേക്ഷകർ കാത്തിരിക്കുക. ആറ്റിങ്ങൽ എന്തു സംഭവിക്കും? തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും? അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട പ്രവചന സ്വഭാവം ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക. അരമണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങളെത്തും. Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സുന്ദരിത്തട്ടുകടയിൽ പെടുന്ന കേരളത്തിലെ